നമസ്കാരം. സൈബർ ആക്രമണങ്ങൾ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ചെറിയൊരു പേടി തോന്നാറുണ്ടല്ലേ? പക്ഷെ പേടിക്കണ്ട. ഇന്നത്തെ ഈയൊരു വിവരണത്തിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സൈബർ ഭീഷണികൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്നൊക്കെ എങ്ങനെ സിമ്പിളായി രക്ഷപ്പെടാമെന്നും നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരു മെസ്സേജിൽ വരുന്ന ക്ലിക്ക് ചെയ്യാൻ ഒരു മടി തോന്നുന്ന ലിങ്ക്, അല്ലെങ്കിൽ വിശ്വസിക്കാനേ പറ്റാത്ത ഒരു ഓഫറുമായി വരുന്ന ഒരു ഇമെയിൽ. പലപ്പോഴും എല്ലാ സൈബർ ആക്രമണങ്ങളുടെയും തുടക്കം ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോ എന്താണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ? ഇതൊരു ഡിജിറ്റൽ മോഷണം പോലെയാണെന്ന് പറയാം. അതായത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു പിഴവല്ല ഇത്. പകരം നമ്മുടെ വിവരങ്ങൾ മോഷ്ടിക്കാനോ നമ്മുടെ സിസ്റ്റം തകരാറിലാക്കാനോ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ശ്രമമാണ്. ശരി, ഈ അറ്റാക്കുകൾ പല തരത്തിലുണ്ട്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ചെണ്ണത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. അതിൽ ആദ്യത്തേത് ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ്: ഫിഷിംഗ്. ഫിഷിംഗിന്റെ മെയിൻ ഐഡിയ ടെക്നോളജി അല്ല, നമ്മളെ പറ്റിക്കുക എന്നതാണ്. ബാങ്കിൽ നിന്നാണെന്നോ ഒരു സുഹൃത്ത് അയച്ചതാണെന്നോ ഒക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. എന്നിട്ട് ആ വിശ്വാസം മുതലെടുത്ത് നമ്മുടെ പാസ്വേഡ് പോലുള്ള വിവരങ്ങൾ തട്ടിയെടുക്കും. ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തട്ടിപ്പ് ഇന്റർനെറ്റിന്റെയൊക്കെ തുടക്കകാലത്ത് 1990കളിൽ AOL യൂസർമാരെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഒന്നാണ്. അപ്പോ ഈ ഫിഷിംഗ് ഇമെയിലുകളിലെ ലിങ്കില് അറിയാതെ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാൽവെയർ കയറുന്നത്. മാൽവെയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ അറ്റാക്ക് അല്ല കേട്ടോ, അതൊരു കുട പോലെയാണ്. കമ്പ്യൂട്ടറിന് ദോഷം ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറുകൾക്കുമുള്ള ഒരു പൊതുവായ പേരാണിത്. ഈ മാൽവെയർ പല രൂപത്തിൽ വരും. വൈറസുകളുണ്ട്, ട്രോജനുകളുണ്ട്, സ്പൈവെയറുണ്ട്. ചിലത് നമ്മൾ അറിയാതെ നമ്മുടെ വിവരങ്ങൾ മോഷ്ടിക്കും, മറ്റു ചിലത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ തന്നെ ഏറ്റെടുക്കും. അതുകൊണ്ട് ഓർക്കണം, ആ ഫിഷിംഗ് ഇമെയിലിലെ ഒരൊറ്റ ക്ലിക്ക്, അത് മതി ഈ അപകടകാരിയായ സോഫ്റ്റ്വെയറിന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നുവരാൻ. ഇനി ഈ മാൽവെയർ ഫാമിലിയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരാളുണ്ട്. അതാണ് റാൻസംവെയർ. ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, ഇതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: പണം. റാൻസംവെയറിനെ നമുക്ക് ഒരു ഡിജിറ്റൽ കിഡ്നാപ്പിംഗ് എന്ന് വിളിക്കാം. ആദ്യം അറ്റാക്കർ നമ്മുടെ സിസ്റ്റത്തിൽ കയറും. എന്നിട്ടോ നമ്മുടെ വിലപ്പെട്ട ഫോട്ടോസ്, ഡോക്യുമെന്റ്സ് എല്ലാം അവർ പൂട്ടിവെക്കും, അതായത് എൻക്രിപ്റ്റ് ചെയ്യും. പിന്നെ ആ ഫയലുകൾ തിരികെ വേണമെങ്കിൽ അവർ പറയുന്ന പണം കൊടുക്കണം. അതാണ് മോചനദ്രവ്യം, അല്ലെങ്കിൽ റാൻസം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഡാറ്റ മോഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഫയലുകൾ പൂട്ടിവെക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ എല്ലാ അറ്റാക്കുകളുടെയും ലക്ഷ്യം അതല്ല. ചിലരുടെ ലക്ഷ്യം ഒരു വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സർവീസിനെയോ അങ്ങ് ഡൗൺ ആക്കുക എന്നതാണ്. അതിനെയാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ DOS അറ്റാക്ക് എന്ന് പറയുന്നത്. ഡോസും DDoSും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഒരു കടയുടെ വാതിൽക്കൽ ഒരാൾ വന്ന് വഴിമുടക്കി നിൽക്കുന്നത് പോലെയാണ് DOS. പക്ഷേ DDoS അങ്ങനെയല്ല. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരേ സമയം ആ കടയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത് പോലെയാണ്. സ്വാഭാവികമായും ആ കടയുടെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കും. അതുകൊണ്ടാണ് DDoS അറ്റാക്കുകൾ കൂടുതൽ അപകടകരമാകുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായ ഒരു അറ്റാക്ക് നോക്കാം. വെബ്സൈറ്റുകളുടെയൊക്കെ തലച്ചോറ് എന്ന് പറയാവുന്ന ഡേറ്റാബേസുകളെ ലക്ഷ്യം വെക്കുന്ന ഒന്ന്. അതാണ് SQL ഇഞ്ചക്ഷൻ. ഇതെന്താണെന്ന് സിമ്പിളായി പറയാം. നിങ്ങളൊരു വെബ്സൈറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്ന് കരുതുക. ആ സെർച്ച് ബോക്സിൽ ഒരു വാക്കിന് പകരം നിങ്ങളൊരു കമ്പ്യൂട്ടർ കോഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ആ വെബ്സൈറ്റ് സെക്യൂർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കോഡ് നേരെ പോയി ഡേറ്റാബേസിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ ആ വെബ്സൈറ്റിലെ എല്ലാ യൂസർമാരുടെയും പാസ്വേഡുകളും വിവരങ്ങളും വരെ പുറത്തുവരാം. ഇതാണ് SQL ഇഞ്ചക്ഷൻ. ശരി, നമ്മൾ നോക്കുന്ന ലിസ്റ്റിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ഭീഷണി. ഇതൊരു തരം ഡിജിറ്റൽ ഒളിഞ്ഞുനോട്ടമെന്ന് പറയാം. പേര് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഇതൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളൊരു കെഫേയിലിരുന്ന് അവരുടെ ഫ്രീ വൈഫൈ ഉപയോഗിച്ച് ബാങ്കിന്റെ വെബ്സൈറ്റ് തുറക്കുന്നു. നിങ്ങൾ അയക്കുന്നതും സ്വീകരിക്കുന്നതുമായ ഡേറ്റ, അതായത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡുമൊക്കെ അതേ വൈഫൈ നെറ്റ്വർക്കിലുള്ള മറ്റൊരാൾക്ക് ചോർത്താൻ കഴിഞ്ഞാലോ? അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷിംഗ്, മാൽവെയർ, റാൻസംവെയർ അങ്ങനെ കുറേ അറ്റാക്കുകളെ പറ്റി സംസാരിച്ചു. പക്ഷെ ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ഈ അറ്റാക്കുകളൊക്കെ ഇത്ര സാധാരണമായി മാറിയത്? നമുക്കതിന്റെ വലിയ ചിത്രമൊന്ന് നോക്കാം. പണ്ടത്തെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. 90സുകളിലൊക്കെ ഇതൊക്കെ ചെറിയ തട്ടിപ്പുകളായിരുന്നു. ആരുടെങ്കിലും പാസ്വേഡ് മോഷ്ടിക്കുക, അത്രമാത്രം. പക്ഷെ ഇന്നോ ഇതൊരു വലിയ ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്.
ടെക്നോളജി വളർന്നതിനനുസരിച്ച് ഈ ആക്രമണങ്ങളും കൂടുതൽ പ്രൊഫഷണലും സംഘടിതവുമായി മാറി. അപ്പോ ഈ അറ്റാക്കുകളുടെയൊക്കെ കാതൽ എന്താണ്? ഈ കാണുന്ന വാചകത്തിൽ എല്ലാമുണ്ട്. അറ്റാക്കർമാരെപ്പോഴും നോക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. അതിനായി അവർ രണ്ട് കാര്യങ്ങളാണ് മുതലെടുക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വാസം, ഫിഷിംഗ് പോലെ. 2, സോഫ്റ്റ്വെയറുകളിലെ ചെറിയ പിഴവുകൾ. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെപ്പറ്റിയാണ് സംസാരിച്ചത്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് എങ്ങനെ സ്വയം രക്ഷിക്കാമെന്ന് നോക്കാം. പേടിക്കേണ്ട, ഇതൊക്കെ വളരെ സിമ്പിൾ പക്ഷേ വളരെ പവർഫുള്ളായ ചില കാര്യങ്ങളാണ്. സുരക്ഷിതമായിരിക്കാൻ ഈ 5 കാര്യങ്ങൾ നമുക്കൊരു ശീലമാക്കാം. ഒന്നാമത്തേത്, നല്ല സ്ട്രോങ് പാസ്വേഡുകൾ ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ എല്ലായിടത്തും മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ, അതായത് OTP പോലുള്ളവ ഓൺ ചെയ്തു വെക്കുക. രണ്ടാമത്, നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഓരോ അപ്ഡേറ്റിലും പുതിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടാകും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഫയലുകൾക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവണം, പ്രത്യേകിച്ച് റാൻസംവെയർ പോലുള്ള ഭീഷണികളെ നേരിടാൻ. നാലാമതായി, പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് അഡ്രസ്സിൽ HTTPS ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംശയമുള്ള ഏതെങ്കിലും ലിങ്കോ അറ്റാച്ച്മെന്റോ കണ്ടാൽ ക്ലിക്ക് ചെയ്തതിന് മുമ്പ് ഒന്ന് നിർത്തുക, ചിന്തിക്കുക. ഈ ഒരൊറ്റ ശീലം മതി ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ടെക്നോളജി എത്രയൊക്കെ മാറിയാലും ഏറ്റവും സിമ്പിളായ അറ്റാക്കുകൾ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത്. അത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് ശരിക്കും വീക്കായ കഞ്ഞേതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണോ അതോ നമ്മുടെയൊക്കെ വിശ്വാസമാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.